അപ്പോൾ പാഠം 16 ലൈംഗികത ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദാനം. സെക്സ് എന്ന് പറയുന്ന പദം രൂപപ്പെട്ടത് സെക്കാറെ എന്ന ലത്തീൻ പദത്തിൽ നിന്നാണ്. വെട്ടിമുറിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം, വാക്കിൻ്റെ അർത്ഥം. എന്താണ്? പേജ് 147. അപ്പം മാതാപിതാക്കളിൽ നിന്നും ഇതുവരെ ആയിരുന്ന ഒരവസ്ഥയിൽ നിന്നും അവർ വെട്ടിമുറിച്ച് എന്താവുകയാണ്? ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് ചേർന്ന് ഒരു ഫാമിലി ആവുകയാണ് എന്നുള്ളതാണ് ഇതിനകത്തും ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇനി രണ്ടാമത്തെ ഒരർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹസ്ബൻഡിൻ്റെ വാരിയലിനകത്തുനിന്ന് എന്ത് ചെയ്തു? ഒരു പീസ് എടുത്ത് ആരെ രൂപീകരിച്ചു? സ്ത്രീയെ രൂപീകരിച്ചു എന്നുള്ള ഒരു ബിബ്ലിക്കൽ കൊണോട്ടേഷനകത്തു നിന്നാണ് ഈ ഒരു സാധനം വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി ലൈംഗികതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ച കാര്യങ്ങളൊന്നും കൂടെ പറയുവാണ്. എല്ലാ മനുഷ്യൻ്റെയും ഉള്ളിൽ ദൈവം ഇങ്ങനൊരു ഓപ്പോസിറ്റ് ജെൻഡറിനോടുള്ള ഒരു ആകർഷണം എന്ത് ചെയ്തിരിക്കുന്നു? നിക്ഷേപിച്ചിരിക്കുന്നു. എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ഒരു ആകർഷണം നിക്ഷേപിച്ചിരിക്കുന്നു. ഇപ്പം മാൻ ആൻഡ് വുമൺ എന്താണ്? ഒരുപോലാണോ? പുരുഷനും സ്ത്രീയും ഒരുപോലാണോ? അല്ല, ഇത് കോംപ്ലിമെൻ്ററിയാണ്. പുരുഷനും സ്ത്രീയും കൂടെ ഒന്നിച്ച് ചേരുമ്പോഴേ ഒരു ഫുൾനെസ് എന്ത് ചെയ്യത്തുള്ളൂ, ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പുരുഷൻ എന്താണ്? ഭയങ്കര ധൈര്യത്തിൻ്റെ ആളാണ്. സ്ത്രീയോ ഭയങ്കര സ്നേഹത്തിൻ്റെ ആളാണ്. മനസ്സിലാവുന്നില്ലേ? പുരുഷനാണ് ഒരു സമയത്ത് ഒരു ജോലിയെ ചെയ്യാൻ പറ്റും. സ്ത്രീകൾക്കോ ഒരു സമയത്ത് പല കാര്യങ്ങൾ ചെയ്യും. അവർ അടുക്കളയിലെ കാര്യവും നോക്കും, കുഞ്ഞിൻ്റെ കാര്യവും ശ്രദ്ധിക്കും, ഹസ്ബൻഡിനെ ഓഫീസിലോട്ട് വിടാനുള്ള കാര്യവും നോക്കും, പ്രായമായ അപ്പച്ചന് മരുന്ന് കൊടുക്കുന്ന കാര്യവും എന്ത് ചെയ്യും? ശ്രദ്ധിക്കും. മൾട്ടിപ്പിൾ കാര്യങ്ങൾ ഒരുമിച്ച് ശ്രദ്ധിക്കും. ഇപ്പം മെൻ ആർ ഫ്രം മാർസ്, വിമൻ ആർ ഫ്രം വീനസ് എന്നുള്ള വേൾഡ് ഫേമസ് ആയിട്ടുള്ള പുസ്തകമുണ്ട്. കാരണം പുരുഷന്മാരുടെ സ്വഭാവം വ്യത്യാസമാണ്, സ്ത്രീകളുടെ സ്വഭാവം എന്താണ്? വ്യത്യസ്തമാണ്. ഭയങ്കര പവർഫുൾ, കൂട്ടത്തിൽ പവർഫുൾ ആരാ? പുരുഷനാണോ സ്ത്രീയാണോ? ആക്ച്വലി കുറച്ചും കൂടെ പവർഫുൾ ആരാണ്? സ്ത്രീകളാണ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം മസിൽ പവറുണ്ട്, പക്ഷേ വിൽ പവറും സഹനം ഏറ്റെടുക്കാനുള്ള കഴിവും അങ്ങനെയുള്ള വലിയ ശക്തികളെല്ലാം കൂടുതൽ ആർക്ക് തന്നെയാണ്? സ്ത്രീകൾക്കാണ്, പുരുഷന്മാർക്കല്ല. അതുകൊണ്ട് കൂടുതൽ പവർഫുള്ളായിട്ടുള്ള ആളുകൾ ആക്ച്വലി സ്ത്രീകളാണ്. അതുകൊണ്ടാണ് പറയുന്നത്, സാധാരണ ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു കുഞ്ഞിനെയും കൂടെ എന്ത് ചെയ്യും? പ്രസവിക്കുക. അപ്പോൾ പുരുഷന്മാരെ പറ്റി പറയാറുണ്ട്, പുരുഷന്മാരായിരുന്നു പ്രസവിക്കുന്നതെന്നുണ്ടെങ്കിൽ എല്ലാ വീട്ടിലും എത്ര കുഞ്ഞുങ്ങളെ കാണത്തുള്ളായിരുന്നു? ഒറ്റ കുഞ്ഞേ കാണത്തുള്ള. കാരണം എന്ന് വെച്ചാൽ ആ സഹനം പിന്നെടുക്കാൻ ആരെക്കൊണ്ട് പറ്റത്തില്ല? പുരുഷനെ കൊണ്ട് പറ്റത്തില്ല. പക്ഷേ സ്ത്രീകൾ എന്ത് ചെയ്യും? കൂടുതൽ സഹനം ഏറ്റെടുക്കാനും ത്യാഗം ഏറ്റെടുക്കാനും കൂടുതൽ ജോലി ചെയ്യാനും ഒക്കെ കരുത്ത് ആർക്കാണുള്ളത്? സ്ത്രീകൾക്കാണുള്ളത്. പുരുഷന്മാരാണോ സ്ത്രീകളാണോ കൂടുതൽ അധ്വാനിക്കുന്നത്? സ്ത്രീകളാണ്. രാവിലെ ആദ്യം ഉണരുന്നതാരാ? സ്ത്രീകൾ. അവസാനം ഉറങ്ങുന്നതാരാ? സ്ത്രീകൾ. പൊതുവേ മനസ്സിലാവുന്നില്ലേ? പല ജോലികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് സ്ത്രീകളുടെ പ്രത്യേകത. അപ്പം എന്താണ് ദൈവം മനുഷ്യൻ്റെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ലൈംഗികത എന്ന് പറഞ്ഞ ഒരു ആകർഷണം സൃഷ്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് വിചിച്ചിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. സെക്സ് ഒരു മോശം സാധനമാണെന്ന്. സെക്സ് ഒരു മോശം സാധനമാണോ? ഒരിക്കലുമല്ല. സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഡിവൈനായിട്ടുള്ള സാധനമാണ്, ഏറ്റവും വിശുദ്ധമായ സംഭവം, ഏറ്റവും ദൈവികമായ സംഭവമാണ്. അപ്പോൾ അതിൻ്റെ പരമപ്രധാനമായ ഉദ്ദേശം എന്താണ്? ഈ ലൈംഗികത എന്ന് പറയുന്നത് ഒരു ആകർഷണം ഉള്ളതുകൊണ്ടാണ് അടുത്ത തലമുറ എന്ത് ചെയ്യുന്നത്? വരുന്നത്. അപ്പം ലൈംഗികതയിലൂടെ ആണ് അടുത്ത തലമുറ സൃഷ്ടിക്കപ്പെടുന്നത്. ദൈവം സമ്മാനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്മാനമാണ് ലൈംഗികത. അതിലൂടെയാണ് അടുത്ത തലമുറ ഉണ്ടാകുന്നത്. ഈ ലൈംഗികത ആർക്കൊക്കെ ഉണ്ട്? വൈദികർക്ക് ലൈംഗികതയുണ്ടോ? സിസ്റ്റേഴ്സിന് ലൈംഗികതയുണ്ടോ? മാർപ്പാപ്പയ്ക്ക് ലൈംഗികതയുണ്ടോ? ഈ ലൈംഗികത യൂണിവേഴ്സലാണ്. എല്ലാവർക്കും എന്തുണ്ട്? ലൈംഗികതയുണ്ട്. എല്ലാവർക്കും ലൈംഗികതയുണ്ട്. കുറച്ച് പേർക്ക് മാത്രമല്ല, വൈദികർക്കും സിസ്റ്റേഴ്സിനും എല്ലാവർക്കും എന്തുണ്ട്? ലൈംഗികതയുണ്ട്. അപ്പം ഈ ലൈംഗികത എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് ഒരു സ്ത്രീയും പുരുഷനും പരസ്പരം ആകർഷിക്കുകയും അവർ വിവാഹം എന്ന് പറയുന്ന കൂദാശയിലൂടെ ദൈവം ഒന്നാക്കും. ലൈംഗികത എന്ന് പറയുന്ന ഈ വിവാഹം എന്ന് പറയുന്ന കൂദാശയ്ക്കകത്ത് എത്ര പേരാണ് ഉള്ളത്? 2 പേരാണോ? അല്ല, 3 പേരാണ്. ദൈവമാണ് നടുക്ക്, വലത്തെ സൈഡിൽ പുരുഷനും ഇടത്തെ സൈഡിൽ സ്ത്രീയും. അങ്ങനെ 3 പേര് ചേർന്ന ഒരു കൂദാശയാണ് ഏത്? വിശുദ്ധ വിവാഹ കൂദാശ. അത് ആ വിശുദ്ധ വിവാഹം എന്ന കൂദാശയിലൂടെയാണ് ഒരു പുരുഷനും സ്ത്രീയും ലൈംഗികതയിലോട്ട് പ്രവേശിക്കുന്നത്. അത് ദൈവത്തിൻ്റെ വലിയൊരു ദാനമാണ്. അത് എല്ലായിടത്തും പോയി
പ്രയോഗിക്കേണ്ട സാധനമല്ല. ലൈംഗികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം വിശദീകരിച്ച ഒരു കുടുംബത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു സംഭവമാണ് എന്ത്? ലൈംഗികത. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഇതിനെപ്പറ്റി നാണിക്കാനില്ല. ദൈവം പുരുഷനെ മാത്രം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി പുരുഷൻ എന്താണ്? ഇൻകംപ്ലീറ്റ് ആണ്, എന്തോ ഒരു അപാകത. പുരുഷൻ എന്ത് ചെയ്തു? ഈ മൃഗങ്ങളെ എല്ലാം നോക്കി, എന്നിട്ട് അവൻ എന്ത് ചെയ്യുന്നില്ല? അവരോടൊന്നും അത്ര അങ്ങോട്ട് കൂട്ടുകൂടാൻ തോന്നുന്നില്ല. ഒരു ഇൻകംപ്ലീറ്റ്നെസ് പുരുഷന് ഫീൽ ചെയ്യുവാണ്. അപ്പോഴാണ് ദൈവം എന്ത് ചെയ്തത്? സ്ത്രീയെ സൃഷ്ടിച്ചു കൊടുത്തത്. പുരുഷനിൽ നിന്ന് തന്നെ ഒരു വാരിയിലെടുത്ത് സ്ത്രീ. അതുകൊണ്ടാണ് ഈ വെട്ടിമുറിക്കുക എന്ന് പറയുന്ന ഒരു വാക്കിനകത്ത് നിന്ന് എന്ത് ചെയ്യുന്നത്? ഈ സെക്സ് എന്ന് പറയുന്ന സാധനത്തിനകത്തോട്ട് വരുന്നത് കേട്ടോ. സെക്കാരെ, വെട്ടിമുറിക്കുക എന്ന് പറയുന്ന പദത്തിനകത്തു നിന്നാണ് വരുന്നത്. എന്നിട്ട് ദൈവം എന്തോ പറഞ്ഞു? ഈ അപ്പനെയും അമ്മയും വിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നാവണം. അപ്പോൾ വിവാഹത്തിലെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് എന്ത്? അപ്പനെയും അമ്മയും എന്ത് ചെയ്യുക? വിടുക, എന്നിട്ട് ഇവരൊന്നാവുക. അപ്പം അപ്പനെ അമ്മയെ അങ്ങ് വിട്ട് കളഞ്ഞ് വേറൊരു വീട്ടിൽ പോയി താമസിക്കുന്നതാണോ അർത്ഥം? അല്ല. വേറെ വീട്ടിൽ പോയി താമസിക്കുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷേ അപ്പനെയും അമ്മയും വിടുക എന്ന് പറഞ്ഞാൽ ഇത്രയും നാളൊരു പെൺകുട്ടി എപ്പോഴും ആരുടെ അടുത്ത് അഭിപ്രായം ചോദിക്കുന്നത്? അപ്പൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും. പക്ഷേ വിവാഹം എന്ന് പറയുന്നത് കൂതാശ കഴിയുമ്പോഴോ ഒരു പെൺകുട്ടി എന്താ പിന്നെ നോക്കുന്നത്? അവർ രണ്ടുപേരും കൂടെ ആലോചിക്കുന്നത്. അപ്പോൾ ഒരു സർക്കിളായിട്ട് നമുക്കിതിനെ കാണാം. ഒന്നാമത്തെ സർക്കിൾ എന്താണ്? ഈശോയും ഞാനും മാത്രം. അതാണ് ഒന്നാമത്തെ സർക്കിൾ. രണ്ടാമത്തെ സർക്കിൾ എന്താണ്? ഈശോയും ഞാനും എൻ്റെ പപ്പയും മമ്മിയും. ഇങ്ങനെയാണ് ഒരാളുടെ സർക്കിള്. മൂന്നാമത്തെ സർക്കിൾ എന്താണ്? ഈശോയും ഞാനും എൻ്റെ പപ്പയും മമ്മി എൻ്റെ സഹോദരങ്ങൾ. ഇങ്ങനെ ഒരാളുടെ സർക്കിൾ ഇരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് കല്യാണം കഴിക്കുക. കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ മാറ്റം വരുന്നത്? ഈ സർക്കിൾ മാറുക. ഇപ്പോൾ ആരാ? ഒന്നാം സർക്കിളിൽ ആരൊക്കെയാണ്? ഞാനും ഈശോയും തന്നെ. രണ്ടാമത്തെ സർക്കിളിലോ ഞാനും ഈശോയും ഈശോ എനിക്ക് തന്ന ജീവിത പങ്കാളി. രണ്ടാമത്തെ സർക്കിള്. മൂന്നാമത്തെ സർക്കിളിലോട്ട് പോകുമ്പോഴോ ഞാനും എൻ്റെ ഈശോയും ഈശോ എനിക്ക് തന്ന എൻ്റെ ജീവിത പങ്കാളിയും ഞങ്ങൾക്ക് ഈശോ തന്ന മക്കളും. സർക്കിൾ മാറുന്നതുണ്ടോ? അടുത്ത സർക്കിളിൽ ആര് വരും? അപ്പനും അമ്മയും. മനസ്സിലായി? ഞാനും ഈശോയും ഈശോ എനിക്ക് തന്ന ജീവിത പങ്കാളിയും ഈശോ ഞങ്ങൾക്ക് തന്ന മക്കളും പിന്നെ അപ്പനും അമ്മയും. അങ്ങനെ സർക്കിൾ മാറുവാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ദൈവികമായ ഒരു പദ്ധതിയാണിത്. അപ്പോൾ ഇതിനെപ്പറ്റി നാണിക്കാനൊന്നുമില്ല. ലൈംഗികതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് മക്കളെ സ്വീകരിക്കുക, ഈ നമ്മുടെ സന്തതി പരമ്പര ഇങ്ങനെ എന്ത് ചെയ്യുക? തുടരുക, രക്ഷാകര കർമ്മം ഇങ്ങനെ തുടരുക. അപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ദൈവത്തിന് മാത്രമുള്ള ഒരു പവറാണ്. ആ സൃഷ്ടികർമ്മത്തിൽ ദൈവം പുരുഷനെയും സ്ത്രീയെയും കൂടെ എന്ത് ചെയ്യുന്നു? പങ്കാളികളാക്കുന്നു. ആണ് ദൈവം ഒരു വലിയ ദൗത്യം നമുക്ക് തരുക. ദൈവത്തിൻ്റെ ഒരു സൃഷ്ടികർമ്മത്തിൽ പുരുഷനെയും സ്ത്രീയെയും കൂടെ പങ്കാളികളാക്കുന്നു. അങ്ങനെയാണ് ലൈംഗികത വരുന്നത്. ഈ ലൈംഗികത എന്ന് പറയുന്നത് കുഞ്ഞിനെ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് മാത്രമാണോ ലൈംഗികതയുടെ ലക്ഷ്യം? അല്ല. ഒരു ലൈംഗികതയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ആ സ്നേഹബന്ധത്തിൻ്റെയും ആത്മബന്ധത്തിൻ്റെയും കൂടെ അടയാളമാണെന്ത്? ലൈംഗികത. ഫോർ എക്സാമ്പിൾ, ഒരു സ്ത്രീയും പുരുഷനും സെക്സിലൂടെ ഒന്നായിട്ട് ചേരുന്നു. അവിടെ എന്താണ്? അവരുടെ ശരീരമാണോ ഒന്നായിട്ട് ചേരുന്നത്? ശരീരം മാത്രമല്ല, ശരീരവും മനസ്സും ആത്മാവും ഒന്നായി ചേരുന്ന അതിൻ്റെ അടയാളമാണ് ലൈംഗികത. ശരീരം മാത്രമല്ല, ശരീരവും മനസ്സും ആത്മാവും ഒന്നായിട്ട് ചേരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിസ്റ്ററിയാണെന്ത്? വിശുദ്ധ വിവാഹം എന്ന് പറയുന്ന കൂദാശ, ലൈംഗികത. വിശുദ്ധ കുർബാന എന്താണ്? വലിയൊരു മിസ്റ്ററിയാണ്. വിശുദ്ധ കുർബാന എന്താണ്? വലിയൊരു മിസ്റ്ററിയാണ്. വിവാഹം അതുപോലെ വലിയൊരു മിസ്റ്ററിയാണ്. വിശുദ്ധ കുർബാന വലിയൊരു മിസ്റ്ററിയാണ്, ഒരു രഹസ്യമാണ്. അതുപോലൊരു രഹസ്യമാണ് എന്ത്? വിവാഹം എന്ന് പറയുന്ന കൂദാശ. അതുപോലൊരു രഹസ്യമാണ് എന്ത്? സെക്സ്, ലൈംഗികത. ദൈവം തന്ന ഒരു സമ്മാനമാണ്. ഇപ്പോൾ എന്തൊരു ഭയങ്കര ഒരു അത്ഭുതം ഞാൻ പറയാൻ നിങ്ങളുടെ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ കൈയും കാലും ഒടിഞ്ഞു, ആക്സിഡൻറ്റ് പറ്റി. ആർക്കായിരിക്കും ഏറ്റവും വലിയ സങ്കടം? പറ. എൻ്റെ പപ്പയ്ക്ക് മമ്മിക്ക്. പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിച്ചു, ഞാൻ ഒരു കുടുംബമായിട്ട് ഇങ്ങനെ ജീവിക്കുക. അപ്പോൾ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി, എൻ്റെ കൈയും കാലും ഒടിഞ്ഞു. ഏറ്റവും വലിയ സങ്കടം ആർക്കായിരിക്കും?
എൻ്റെ വൈഫിനായിരിക്കും. പപ്പയ്ക്കും മമ്മിക്കും സങ്കടം കാണും, പക്ഷെ അവരുടെ സങ്കടത്തെക്കാൾ കൂടുതൽ സങ്കടമാണ് ആർക്ക്? നമ്മുടെ ജീവിത പങ്കാളിക്ക്. ഇതാണ് മിസ്റ്ററി എന്ന് പറയുന്നത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ പപ്പയും മമ്മി എന്തോ പറയും, മോനെ നീ വേറെ ആരെങ്കിലും ഒന്ന് കണ്ടുപിടിക്കുക, ഞങ്ങൾ ഞങ്ങൾക്ക് എങ്ങോട്ട് പോകണം, നാട്ടിലോട്ട് പോകണമെന്ന് പറയും. പക്ഷെ വൈഫ് എന്തോ പറയും, ചേട്ടൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഞാനും എന്ത് ചെയ്യുന്നുള്ളൂ, വീട്ടിലോട്ട് പോകുന്നുള്ളൂ. അതുവരെ ആരുണ്ട് കൂടെ? ഞാനുണ്ട് കൂടെ. നിങ്ങൾ നോക്കിക്കോ, ഒരു ഹസ്ബൻഡിന് രോഗം വന്നു കഴിഞ്ഞാൽ പപ്പയാണോ മമ്മിയാണോ ആശുപത്രി കൂടെ നിൽക്കുന്നത്, അതോ വൈഫാണോ കൂടെ നിൽക്കുന്നത്? വൈഫ്. ഒരു വൈഫിന് വയ്യാഴ്ക വന്നു കഴിഞ്ഞാൽ പപ്പയാണോ മമ്മിയാണോ കൂടെ നിൽക്കുന്നത്, അതോ ഹസ്ബൻഡാണോ കൂടെ നിൽക്കുന്നത്? ഹസ്ബൻഡ്. പറഞ്ഞു മനസ്സിലായി? ഇതാണ് ഞാൻ പറഞ്ഞ മിസ്റ്ററി. അതുവരെ വലിയ ആളുകളായിരുന്ന പപ്പയും മമ്മിയും എങ്ങോട്ടിറങ്ങി? പുറത്തോട്ടിറങ്ങി. ആ സ്ഥാനത്തോട്ട് ആര് കയറി? കല്യാണം കഴിച്ച ജീവിത പങ്കാളി കയറി. അപ്പം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെയും സ്നേഹബന്ധത്തിൻ്റെയും മാനസികമായ അടുപ്പത്തിൻ്റെയും എല്ലാ അടയാളമാണ് എന്ത്? ലൈംഗികത. കുഞ്ഞിനെ സൃഷ്ടിക്കുക എന്ന് പറയുന്ന ഒരു ദൗത്യം മാത്രമുണ്ട്. കുഞ്ഞിനെ സൃഷ്ടിക്കുക എന്ന് പറയുന്ന ദൗത്യമുണ്ട്. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളാകുന്നു. അത് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ ഉദ്ദേശം. പക്ഷേ ഒരു വൈഫും തമ്മിൽ കല്യാണം കഴിച്ച് അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവത്തില്ല. അതിലൊരാൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവത്തില്ല. ഡൈവോഴ്സ് ചെയ്ത് പോകണോ? കുഞ്ഞുങ്ങളുണ്ടാവുക എന്ന് പറയുന്ന ഒരു സാധനമാണ് പരമപ്രധാനം, ഏക ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? പിരിഞ്ഞു പോകണം. പക്ഷേ കുഞ്ഞുങ്ങളുണ്ടാകുക എന്ന് പറയുന്ന ഉദ്ദേശം മാത്രമല്ല, പല ഉദ്ദേശങ്ങളുണ്ട്. അവർ തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെയും സ്നേഹബന്ധത്തിൻ്റെയൊക്കെ ഏറ്റവും വലിയ അടയാളമാണ് എന്ത്? വിശുദ്ധ വിവാഹം എന്ന് പറയുന്ന കൂദാശ. അതുകൊണ്ട് ഡൈവോഴ്സ് ചെയ്ത് പോകത്തില്ല, അവരങ്ങനെ തന്നെ ജീവിച്ച് പോവും. അബ്രഹാം, ഹന്ന പറയുവാണ്, എന്തുവാ, എനിക്ക് മക്കളില്ല എന്നിരുന്ന് കരയുക. അപ്പോൾ ഹന്നയുടെ കുഞ്ഞാണ് സാമുവൽ. അപ്പോൾ എൽക്കാന വന്ന് പറയുക, നിനക്ക് 1000 മക്കളെ പോലാണ് ആര്? ഞാൻ. നിനക്ക് 1000 മക്കളെ പോലാണ് ആര്? ഞാൻ, ഹസ്ബൻഡായ ഞാൻ. അതുകൊണ്ട് ആശ്വസിപ്പിച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞ് അവർക്ക് ദൈവം ഒരു കുഞ്ഞിനെ കൊടുത്തു. ആ കുഞ്ഞാണ് ആര്? സാമുവൽ. പറഞ്ഞ മനസ്സിലായി? അപ്പം വിവാഹം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. പക്ഷെ അത് മാത്രമല്ല, ഇനി വിവാഹത്തിലെ ഏറ്റവും പരമപ്രധാനമായ സംഭവമാണ് എന്ത്? വിവാഹത്തിൻ്റെ ധാർമ്മികത. ഇതാ ഞാൻ പറഞ്ഞത്, നമ്മളെല്ലായിടത്തും കൊണ്ട് ഒട്ടിക്കരുത്. സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരാളെ സ്നേഹിച്ചു, കോളേജിൽ പഠിച്ച് വേറൊരാളെ സ്നേഹിച്ചു, അത് കഴിഞ്ഞ് ജോലിക്ക് പോയപ്പോൾ അവിടെ ഒരാളെ സ്നേഹിച്ചു, അത് കഴിഞ്ഞ് കല്യാണം കഴിച്ചു, പിന്നെ ഹസ്ബൻഡിനെ സ്നേഹിച്ചു. അങ്ങനെ സാധനമല്ല. അപ്പം നമുക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്തും കോളേജിൽ പഠിക്കുന്ന സമയത്തും ജോലിക്ക് പോകുമ്പോഴും ഒക്കെ ആളുകളോട് എന്ത് തോന്നും? ഇഷ്ടം തോന്നും, സ്നേഹം തോന്നും, അവരെ കല്യാണം കഴിക്കാനൊക്കെ തോന്നും. പക്ഷേ ആ തോന്നലിനെ നമ്മൾ എന്ത് ചെയ്യുക? ദൈവത്തിൻ്റെ കയ്യിലോട്ട് സമർപ്പിക്കുക. എന്നിട്ട് നമ്മൾ പറയുക, ഈശോയെ, നീ എനിക്ക് വേണ്ടി ആത്യന്തികമായിട്ട് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന കഥാപാത്രത്തിലോട്ട് എന്നെ നയിക്കണമേ എന്ന് പറയുന്ന ശക്തമായ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ മെല്ലെ എന്ത് ചെയ്യുക? ഇങ്ങനെ മുന്നോട്ട് നീങ്ങുക. അങ്ങനെ മുന്നോട്ട് നീങ്ങി അവസാനം നമ്മൾ എന്ത് ചെയ്യും? അവസാനം നമ്മൾ ആ കഥാപാത്രത്തിനെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ച് സ്നേഹിച്ച് ജീവിക്കും. അതുകൊണ്ട് വിവാഹത്തിലെ ധാർമ്മികത വളരെ ഇമ്പോർട്ടൻ്റാണ്. അതായത് നമ്മൾ 1 to 1 ആണ് മനുഷ്യൻ്റെ ലൈംഗികത. ആനിമൽസിന് അങ്ങനല്ല. ആനിമൽസിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം വിവേചനവും ഫാമിലിയും ഈ സ്വാതന്ത്ര്യവും റിഫ്ലക്റ്റീവ് തിങ്കിങ്ങും ഒന്നും കൊടുത്തിട്ടില്ല. ഇതൊക്കെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞായതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് കേട്ടോ. റിഫ്ലക്റ്റീവ് തിങ്കിങ്, ചൂസിങ് പവറും ഒന്നും ആർക്ക് കൊടുത്തിട്ടില്ല? ആനിമൽസിന് കൊടുത്തിട്ടില്ല. ആനിമൽസ് അതിൻ്റെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? ജീവിക്കുന്നത്. അപ്പോൾ ഒരു പട്ടിക്കുട്ടിയെ പ്രസവിച്ചു. ആ പട്ടിക്കുട്ടി വളർന്ന് വലിയൊരു പട്ടിയായി. കുറേ നാൾ കഴിഞ്ഞ് ഈ അമ്മ പട്ടിയും ഈ മകൻ പട്ടി, വലുതായ പട്ടിയും തമ്മിൽ എന്ത് വന്നേക്കാം? ലൈംഗികത വന്നേക്കാം. അത് ഒരു ഇൻസ്റ്റിങ്ക്റ്റാണ്. അവർക്ക് എന്തില്ല? ഇത് അമ്മയാണ്, ഞാൻ കുഞ്ഞാണ് എന്ന് പറയുന്ന ധാർമ്മികതയൊന്നും ആർക്കില്ല? പട്ടിക്കില്ല. ചിന്തയില്ല, റിഫ്ലക്റ്റീവ് പവറില്ല. അതതിൻ്റെ ജന്മവാസന മാത്രം അനുസരിച്ച് ജീവിക്കുന്ന ആനിമലാണ് ആര്? പട്ടി. പക്ഷെ മനുഷ്യനങ്ങനല്ല.
മനുഷ്യനെ ദൈവം പുരുഷനും സ്ത്രീയുമായിട്ട് സൃഷ്ടിച്ചു, കുടുംബമാക്കി. എന്നിട്ട് അവരെ ഒരുമിപ്പിച്ച് ജീവിച്ചു. മക്കളെ സൃഷ്ടിക്കാൻ പറഞ്ഞു. എന്നിട്ട് ആ മക്കളെ നോക്കാൻ പറഞ്ഞു. ആ മക്കളുടെ അടുത്ത തലമുറയെ നോക്കാൻ പറഞ്ഞു. ഇങ്ങനൊരു ഭയങ്കര സിസ്റ്റം ദൈവം സൃഷ്ടിച്ചിരിക്കുവാണ്. അല്ല, നിങ്ങൾ വേറൊരു രീതിയിലൊന്ന് ചിന്തിച്ച് നോക്കി. ഇങ്ങനൊരു സിസ്റ്റം ഇല്ലായിരുന്നെങ്കിലോ? ഇങ്ങനൊരു സിസ്റ്റം ഇല്ലായിരുന്നെങ്കിൽ ഒരാളും ഒരു ഹസ്ബൻഡും ഒരു ചെറുക്കനും പെണ്ണും നമ്മൾ കുറച്ച് ദിവസം താമസിക്കുന്നു, അത് കഴിഞ്ഞ് പിണങ്ങി പോകുന്നു, അടുത്ത സ്ഥലത്തോട്ട് പോകുന്നു, അടുത്ത സ്ഥലത്ത് താമസിക്കുന്നു, അവിടെ ഒരു കുഞ്ഞുണ്ടായി, അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവിടെ നിന്നും പിണങ്ങി അടുത്ത സ്ഥലത്തോട്ട് പോകുന്നു. കുഞ്ഞെന്തോ ചെയ്യും? പറഞ്ഞ് മനസ്സിലാവുന്നില്ലേ? മൊത്തം സിസ്റ്റം എന്ത് ചെയ്തു? മൊത്തം തകരാറിലായി. മൊത്തം പാൻഡമോണിയോ എന്ന് പറയും. മൊത്തം അത്ര കൺഫ്യൂഷനായി പോകും. പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവം? ദൈവം ഒരു കുടുംബം സൃഷ്ടിച്ചിരിക്കുക. കുടുംബത്തെ സൃഷ്ടിച്ചതാരാ? ദൈവം. അതിനുള്ള മാർഗ്ഗരേഖയൊക്കെ നൽകിയിരിക്കുന്നത് ആരാ? ദൈവം. നമ്മൾ അതനുസരിച്ച് തന്നെ എന്ത് ചെയ്യണം? പോകണം. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു കാറ് കൃത്യമായിട്ട് ദീർഘവർഷങ്ങൾ കൃത്യമായിട്ട് ഓടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് എന്തുവാ? ആ കാറിൻ്റെ മാനുവൽ അനുസരിച്ച് പെരുമാറണം. മനസ്സിലായോ? അപ്പം നമ്മൾ ആ മാനുവൽ അനുസരിച്ച് പെരുമാറാതെ 2 മാസത്തിന് അല്ലെങ്കിൽ 1000 കിലോമീറ്റർ ആകുമ്പോൾ സർവീസ് ചെയ്യുന്നതിന് പകരം ഒരാൾ 25,000 കിലോമീറ്ററിലാണ് സർവീസ് ചെയ്യുന്നെന്നുണ്ടെങ്കിലോ 10, 12, 15 വർഷം സുഖമായിട്ട് ഓടേണ്ട കാറ് 2 വർഷം കഴിയുമ്പോഴത്തേക്ക് എങ്ങോട്ട് കയറും? ഗാരേജിനകത്തോട്ട് കയറും. പിന്നെ അത് ഓടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എൻജിൻ പണിയൊക്കെ ചെയ്ത് ഒത്തിരി പൈസ ചിലവാക്കണം. എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തെ ഗൈഡ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് ആരാ നൽകിയിരിക്കുന്നത്? ദൈവം. അതെവിടാ ഉള്ളത്? ഹോളി ബൈബിൾ. അതുകൊണ്ട് ദൈവം പറയുവാണ്, വിശ്വസ്തതയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഞാൻ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർതിരിക്കരുത്. ദൈവം വിവാഹമോചനത്തെ വെറുക്കുന്നു. മലാക്കിയുടെ പ്രവചനങ്ങൾ പറയുക, ദൈവം വിവാഹമോചനത്തെ വെറുക്കുന്നു. അതുകൊണ്ട് ധാർമ്മികത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് എല്ലായിടത്തും പോയി പട്ടിയും പൂച്ചയും ഒക്കെ അവരുടെ സെക്സ് പോലല്ല നമ്മുടെ സെക്സ്. നമ്മുടെ ലൈംഗികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഥാപാത്രമായിട്ട് ദൈവം യോജിപ്പിച്ച് നമുക്ക് തരുന്ന, ദൈവം യോജിപ്പിച്ച് തരുന്ന കഥാപാത്രമായിട്ട് ആ വ്യക്തിയോട് സ്നേഹിക്കുകയും ഒരുമിച്ച് നടക്കുകയും ഒരുമിച്ച് വർത്തമാനം പറയുകയും മിണ്ടിയും സ്നേഹവും ഒക്കെ പങ്കുവയ്ക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമായി എന്തും കൂടെ പങ്കുവയ്ക്കുന്നു? ശരീരവും കൂടെ പങ്കുവയ്ക്കുന്നു. അതാണ് ഇത്. അപ്പോൾ ഉടനെ വൈദികരോ സിസ്റ്റേഴ്സോ അവർക്ക് ലൈംഗികത ഉണ്ടോ? ഉണ്ട്. മാർപ്പാപ്പയ്ക്ക് ലൈംഗികത ഉണ്ടോ? ഉണ്ട്. അപ്പോൾ അവരെന്തുവാ ചെയ്യുന്നത്? നമുക്കാണ് നല്ലൊരു വെള്ള തുണി, അത് വെച്ച് നമുക്ക് എന്തുടുക്കാം? പറ. മുണ്ടെടുക്കാം. അല്ലെങ്കിൽ ആ തുണി വെച്ച് നമുക്ക് ചെറിയ ചെറിയ പീസാക്കി എന്താക്കാം? കർച്ചീഫാക്കാം. ആ വലിയ വെള്ള തുണി നമുക്ക് നമ്മുടെ അൾത്താരയിൽ വിരിക്കുന്ന വിരിക്കൂട്ടുമാക്കി മാറ്റാം. അൾത്താരയിൽ വിരിക്കൂട്ടാക്കി മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ തുണി നമ്മൾ മേശ തുടയ്ക്കാൻ ഉപയോഗിക്കുമോ? കട്ട് ചെയ്ത് തുവാലയാക്കുമോ? ഇല്ല. എന്ന് പറയുന്നത് പോലെയാണ് വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും സമർപ്പണം. അവരവരുടെ ജീവിതം സബ്ലിമേറ്റ് ചെയ്യുകയാണ്. അവർക്ക് ലൈംഗികതയൊന്നും ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല. ആ ലൈംഗികതയെല്ലാം മാറ്റി വെച്ച് അവരുടെ ജീവിതം അൾത്താരയിലോട്ട് അവരെന്ത് ചെയ്യുക? സമർപ്പിക്കുക. പിന്നെ ആ തുണി മേശ തുടയ്ക്കാനൊന്നും ഉപയോഗിക്കത്തില്ലെന്ന് പറയുന്ന പോലെ പിന്നെ ആ തുണി ഈ ലോക കാര്യങ്ങളിലോട്ടൊന്നും കൂടുതൽ എന്ത് ചെയ്യത്തില്ല? കടക്കാതെ അവർ ദൈവികമായിട്ട് തന്നെ നിലനിർത്തും. അതാണെന്ത്? ദൈവവിളി. ദൈവം പ്രത്യേകമായിട്ട് വിളിച്ച് വേർതിരിച്ച്. ദാനിയേൽ പൂർണ്ണത്തിലച്ചൻ ഭയങ്കര മിടുക്കനാണ്, വലിയ എഴുത്തുകാരനാണ്, നല്ല എഴുത്തുകാരൻ. MA ഇംഗ്ലീഷിന് കേരള യൂണിവേഴ്സിറ്റിയിൽ എത്രാമത്തെ റാങ്ക്? ഫസ്റ്റ് റാങ്ക്. അച്ഛൻ എന്തോ വിചാരിക്കുക? എനിക്ക് പോയി കല്യാണം കഴിച്ച് ഞാൻ 2-3 കുഞ്ഞുങ്ങളുമായിട്ട് ഒരു കോളേജിൽ പ്രൊഫസർ, UGC പ്രൊഫസറൊക്കെ ആയിട്ട് നല്ല സാലറി മേടിച്ച് അടിച്ചു പൊളിക്കാം എന്ന് ചിന്തിക്കുന്നില്ല. പകരം അച്ഛൻ ചിന്തിച്ചു, എൻ്റെ ജീവിതം ഞാൻ ആർക്ക് കൊടുക്കുക? യേശുവിന് കൊടുക്കുക. മറ്റേതെല്ലാം പറ്റും. പക്ഷേ അതിലോട്ട് പോകുന്നില്ല. പകരം എങ്ങോട്ട് കൊടുക്കുക? പൂർണ്ണമായിട്ട് യേശുവിന് സമർപ്പിക്കുക. അതാണ് ദൈവവിളി. അവർക്കും ലൈംഗികതയുണ്ട്, പക്ഷെ അവർ ആ ലൈംഗികത സബ്ലിമേറ്റ് ചെയ്യുകയാണ്, ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. മലിനമായ വർത്തമാനത്തിലോട്ടും തെറ്റായ വീഡിയോ കാണുന്ന പോണോഗ്രഫി അങ്ങനെയുള്ള സാധനങ്ങളിലൊന്നും നമ്മൾ വീണ് പോകരുത്. നമ്മുടെ കണ്ണുകൾ മലിനമായ ഒരു കാഴ്ചയ്ക്കും നമ്മൾ വിട്ട് കൊടുക്കരുത്. മലിനമായ സിനിമകളൊന്നും കാണരുത്. കാരണം ദൈവം ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടതായിട്ട് കരുതുന്നത് എന്താണ്? ശുദ്ധത, വിശുദ്ധി. എബ്രായർ 12:14. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ല. റെഡി? മത്തായി 5:8. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. 1 തെസ്സലോനിക്കർ 4:3. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. മത്തായി 5:8. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഓക്കെ, ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലെസൺ.
പാഠം 16 ലൈംഗികത ദൈവിക ദാനം.